സാറേ, എല്ലാ കാലത്തും കേരള കോൺഗ്രസ് UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. അത് പല വിഭാഗങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴുമുണ്ട്. ജോസഫ് വിഭാഗമുണ്ട്, ഇപ്പോൾ ഒരു ഭാഗത്ത് ജേക്കബ് വിഭാഗം, പിന്നെ ഒരു ജോസഫ് വിഭാഗമുണ്ട്. അങ്ങനെ പല തരത്തിൽ ആ പാർട്ടി പലയിടങ്ങളിലായി നിൽക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഈ പാർട്ടികൾ എല്ലാം തന്നെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനോട് പല ഉപദേശങ്ങളും നൽകുകയാണ്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന ആവശ്യങ്ങളെല്ലാം ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം നടക്കുമോ? അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ടോ? ഈ ഘടകകക്ഷികൾ എനിക്ക് തോന്നുന്നു മുന്നണിക്കകത്തൊരു വലിയ തലവേദനയായി മാറും. അത് LDFിലുമുണ്ട്, UDFിലുമുണ്ട്. LDFിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഘടകകക്ഷികൾ ഇപ്പം ജനാധിപത്യത്തിന് അങ്ങനെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. അത് നടക്കത്തില്ല. അവിടെ ഏത് മുന്നണി പാർട്ടി അങ്ങോട്ട് ചെന്നാലും ഒന്നും CPMൻ്റെ അടുക്കലൊന്നും വിലപ്പോകത്തില്ല. അതുകൊണ്ടല്ലേ ഈ ഇപ്പം ലീഗ് അങ്ങോട്ടേക്ക് പോയാലും ലീഗിൻ്റെ വിലപേശലൊന്നും അവിടെ നടക്കത്തില്ല. ഇപ്പം ജോസ് കെ മാണി അവിടെ നിൽക്കുന്നു. ജോസ് കെ മാണിയുടെ വിലപേശലെങ്ങാനും CPMനോട് നടക്കുമോ? നടക്കത്തില്ല. കോൺഗ്രസിന്റെ UDFിലായിരുന്നെങ്കിലും അവിടെ നടക്കുകയും ചെയ്യും. അവിടെ ലീഗ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കത്തില്ല. നമുക്കറിയത്തില്ലയോ, 5ാം മന്ത്രി സ്ഥാനം തന്നെ ലീഗിൻ്റെ ആവശ്യത്തിന് മുമ്പിൽ വഴങ്ങിയില്ലേ? ഇപ്പോൾ ഘടകകക്ഷികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ LDFിലെ ഒരു കാര്യം തന്നെ നോക്കി. LDFിൽ ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് അല്ലേ, എത്ര പേരുണ്ട്? ആൻ്റണി രാജു, പിന്നെ ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ്, ഗണേഷ്, പിന്നീട് എസ്. ഇതൊക്കെ ഈ ഘടകകക്ഷികളൊക്കെ നോക്കിക്കോ 26-ലെ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതാവും. കടന്നപ്പള്ളിയൊന്നും ഇനിയിപ്പോൾ മത്സരിക്കാനൊന്നും പോകുന്നില്ല. ആൻ്റണി രാജു മത്സരിച്ചാലും ആൻ്റണി രാജു തോറ്റു തുന്നം പാടും. പിന്നെ ഗണേഷ് വിജയിക്കും, അത് വേറെ കാര്യം. ഗണേഷിനെ എങ്ങനെ പരാജയപ്പെടുത്താൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ജ്യോതികുമാർ ചാമക്കാല അവിടെ പത്തനാപുരത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ 5 തവണ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് LDFിലെ കാര്യം. ഇനിയിപ്പോൾ UDFിലോട്ട് വന്നാലോ, അവിടെയും ഘടകകക്ഷികൾ ധാരാളമുണ്ട്. ഈ ഘടകകക്ഷികളുടെ ഓരോരുത്തർ നേതാക്കന്മാരെയാണ് ഈ ഹൈക്കമാൻഡ് പ്രതിനിധി വന്ന് കണ്ടത്. കാരണം കോൺഗ്രസിൻ്റെ അകത്ത് ഒരു മൊത്തത്തിലെ ഘടകകക്ഷികളെ ഒക്കെ അതൃപ്തരാണ് എന്ന് ലീഗ് ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ ഘടകകക്ഷികൾ അവരവരുടെ ബാർഗൈനിങ് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം CMB തന്നെ, CMB 2 സീറ്റ് ചോദിച്ചിരിക്കുകയാണ്. CP ജോണിൻ്റെ ഒന്നേ ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് CP ജോണിനെ മത്സരിക്കണം. തിരുവനന്തപുരത്താണ് ഈ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആൻ്റണി രാജു മത്സരിച്ച് വിജയിച്ചു വന്നത്. ആൻ്റണി രാജുവിന് ഇനി സാധ്യത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ CMB 2, അതുപോലെ കേരള കോൺഗ്രസ് 2 വിഭാഗക്കാരുണ്ടല്ലോ. അതിനകത്ത് അനൂപ് ജേക്കബ് വിഭാഗവും ജോസഫ് ഗ്രൂപ്പും. PJ ജോസഫ് എന്ന് പറഞ്ഞാൽ ബാർഗൈനിങ്ങിൻ്റെ വലിയ ആളാണ്. ഇപ്പം മകനെയും കൂടെ ഇറക്കിയിട്ടുണ്ട്. PJ ജോസഫ് മത്സരിക്കത്തില്ലായിരിക്കും, പക്ഷേ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം വലിയ ബാർഗൈനിങ് നടത്തും. അനൂപ് ചോദിച്ചിരിക്കുന്നത് പിറവ അനൂപിൻ്റെ സീറ്റ് തന്നെയാണ്. പിന്നെ കോതമംഗലവും ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ കോതമംഗലമൊക്കെ നല്ല സ്ഥാനാർത്ഥികളെ അങ്ങോട്ട് ഇറക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ UDFിനൂടെ ഒക്കെ തിരിച്ചു പിടിക്കാവുന്ന, കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷമൊന്നും അല്ല, 5000-നകത്ത് മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ ഒരു ഇടമാണ്. അപ്പോൾ UDFിന് നേടിയെടുക്കാവുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഘടകകക്ഷികൾ കൂടുതൽ ആവശ്യപ്പെടുന്നത്. UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു കണക്ക് കൂട്ടൽ ഘടകകക്ഷികൾക്ക് ഉണ്ട്. അപ്പോൾ കൂടുതൽ സീറ്റ് ചോദിച്ച് വിജയിച്ച് വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്തിനകത്തും ഈ തരത്തിലുള്ള വിലപേശൽ ഉണ്ടാകും. പിന്നെ ഷിബു ബേബി ജോണില്ലേ, RSP കൊല്ലത്ത് നിർണായകമല്ലേ. അവിടെ ചവറയിൽ നിന്ന് ഡോക്ടർ വിജയൻപിള്ളയാണ് 2021 വിജയിച്ചത്. വലിയ ഭൂരിപക്ഷം ഒന്നുമില്ല, ശക്തമായ മത്സരമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഷിബു ബേബി അവരും ചോദിക്കുന്നുണ്ട്, 2 സീറ്റെങ്കിലും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകനല്ലേ ഇപ്പോൾ ആരുടെ? വിജയൻപിള്ളയുടെ മകൻ. അതെ, ഡോക്ടർ. അതെ, വിജയൻപിള്ള ആയിരുന്നു നേരത്തെ. അത് 2016 അതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ സുജിത് വിജയൻപിള്ളയാണ് വിജയിച്ചു വന്നിരിക്കുന്നത്. അപ്പം ഇവർ RSPയും 2 സീറ്റെങ്കിലും ചോദിക്കും. പിന്നെ ലീഗ് കൂടുതൽ പിടിമുറുക്കും.
കാരണം ലീഗിനറിയാം ആവശ്യപ്പെടുന്ന സീറ്റ് കിട്ടുമെന്നുള്ളതും. ലീഗിന് കിട്ടിയാലും അവരത് വിജയിപ്പിച്ചെടുക്കാൻ അവർ പ്രാപ്തരാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. ലീഗ് ഏത് ഭാഗത്ത് പോയാലും, LDFിലേക്ക് പോയാലും UDFിൽ നിന്നാലും അവർക്ക് കിട്ടുന്ന മണ്ഡലങ്ങൾ അവർ സുരക്ഷിതമാക്കും. കഴിഞ്ഞ തവണ അവർക്ക് നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ഒന്നും അല്ല വിജയിച്ച് കയറിയത്. ഒരു 5000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ. ഘടകകക്ഷികൾ ഇത്രയും സീറ്റ് നേടിയാലും പക്ഷേ കോൺഗ്രസ് UDF അധികാരത്തിൽ വരണമെങ്കിൽ കോൺഗ്രസ് ഇനിയും വലിയ രീതിയിൽ കോൺഗ്രസ് പോകണം, മുന്നോട്ട് വരണം. കോൺഗ്രസിനകത്തെ വേറെ രസം, ഈ ഘടകകക്ഷികൾക്ക് 2 സീറ്റോ 3 സീറ്റോ 10 സീറ്റോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ വിഭജിച്ച് നിർത്താം. ഈ കോൺഗ്രസിനകത്ത് അവർക്കുള്ള സീറ്റ് എത്ര പേര് കാണുമെന്നുള്ളത് ഓരോ മണ്ഡലത്തിലും. അതാണ് അവിടെ പറഞ്ഞു നിർത്താനായിട്ട് സാധിക്കത്തില്ലല്ലോ. ഇപ്പം നമ്മൾ കണ്ടില്ലേ, CPMന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേര്, സെക്രട്ടേറിയറ്റ് അതൊക്കെ അവർ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ചില ക്രൈറ്റീരിയകളുണ്ട്. അതനുസരിച്ച് അവർ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ചോദ്യവുമില്ല. പിന്നെ ആരെങ്കിലും ഒക്കെ മുറുമുറുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വല്ല FB പോസ്റ്റ് ഇടും, അതും മണിക്കൂറുകൾക്കകം പിൻവലിക്കുകയും ചെയ്യും. ഇപ്പൊ പത്മകുമാറിന്റെ അപസ്വരങ്ങൾ എന്തെങ്കിലും അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ടോ? പാർട്ടി അതൊക്കെ നിലയ്ക്ക് നിർത്തി എന്നുള്ളതാണ്. അല്ലാതെ അവിടെ അതിനപ്പുറം ഒന്നും ഉണ്ടാകത്തില്ല. സുധാകരനെ പോലുള്ളവരൊക്കെ എന്തും പറയും. സുധാകരൻ ഇനിയിപ്പോൾ ഒന്നും കീഴ്മേൽ നോക്കണ്ട. ഗുരുദാസനും അത് തന്നെ, കീഴ്മേൽ നോക്കണ്ടാത്ത ആളാണ്. പിന്നെ അപ്പം ലീഗിൻ്റെ ആവശ്യം അതുപോലെ തന്നെ നിൽക്കുകയായിരിക്കും. ലീഗിനെ എന്ത് പറഞ്ഞ് തൃപ്തിപ്പെടുത്തുന്നതല്ല, ലീഗ് ആവശ്യപ്പെടുന്നതും കൊണ്ടേ അവർ പോവുകയുള്ളൂ. അപ്പോൾ ഹൈക്കമാൻഡിൽ ഇവർക്ക് നല്ല ഹോൾഡാണുള്ളത് ലീഗിന്. ഈ ലീഗിൻ്റെ ഹോൾഡാണ് കോൺഗ്രസിനുണ്ടാകാൻ പോകുന്ന വലിയ നാശം കൂടിയാണ്. ഇത് പുറത്തേക്ക് അറിയുകയാണ്. UDFിനകത്ത് ലീഗാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നത്. ഭരണം കിട്ടിയാലും ലീഗായിരിക്കും മുമ്പോട്ട് പോവുക. അത് ക്രൈസ്തവ വിഭാഗത്തെ ഒന്നടങ്കം UDFിൽ നിന്ന് അകറ്റിക്കളയുകയും ചെയ്യും. പണ്ടേ പറയാറുണ്ട്, ഈ ക്രിസ്ത്യാനികളൊക്കെ കോൺഗ്രസിൻ്റെ കൂടെയാണ് എന്ന് പറയാറുണ്ട്. അത് ശരിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി തുടങ്ങിയിരിക്കുകയാണ്. BJP കേരളത്തിലൊരു സ്പേസ് ഉണ്ടാക്കുമ്പോൾ ആ BJP ഈ ക്രൈസ്തവരെ കൂടെ ചേർത്ത് നിർത്താൻ നോക്കുകയാണ്. അതിനുള്ള തന്ത്രങ്ങൾ പലതും ആവിഷ്കരിക്കുന്നു. ഇപ്പോൾ PC ജോർജിനെ പോലുള്ളവർ, പിന്നെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ പോലുള്ളവരെ ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ ന്യൂനപക്ഷത്തെ കൂടുതലായിട്ട് BJPയോടെ കൂടുതൽ ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും. ഇതൊക്കെ ആർക്ക് തിരിച്ചടിയാണ്? കോൺഗ്രസിന് തിരിച്ചടിയാണ്. കോൺഗ്രസ് തന്നെയല്ലേ ഈ ലീഗിനെ വളർത്തിയത് അത്രയും. ലീഗ് ഘടകകക്ഷി ആയിക്കൊള്ളട്ടെ, ഭരിക്കാൻ എന്തിനിടം കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഭരണം കൊടുത്തത് കൊണ്ട് തന്നെയാണ് UDFിൻ്റെ അന്തഛിദ്രത്തിലേക്ക് പോകുന്നത്. അത് മുതലാക്കാൻ വേണ്ടിയാണ് CPM നോക്കിയിരിക്കുന്നത്. CPMൽ നോക്കിക്കോ, 2026 തെരഞ്ഞെടുപ്പിന് ഘടകകക്ഷികൾ പലതും ഇല്ലാതാകും. അവിടെ CPI ഉണ്ടാകും. പിന്നെ ജോസ് കെ മാണി വിഭാഗം ഇപ്പുറത്ത് പോയില്ലെങ്കിൽ അതും അവിടെ ഉണ്ടാകും. ഇനി അഥവാ പോയാൽ തന്നെ ഒരു വിഭാഗം അവിടെ നിൽക്കും. അവിടെ വെച്ച് കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ ഒരു പിളർപ്പും കൂടെ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് ഇവർക്ക് വലിയ അപകടം ഉണ്ടാക്കിച്ചിരിക്കുകയാണ് ലീഗ്. ഇവർക്ക് ഇത് അറിയാൻ പോകുന്നത് എപ്പോൾ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഇനി റിസൾട്ട് വരുന്ന സമയത്ത് മാത്രമേ ഇത് അറിയുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. അല്ലാതെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ. അത്രത്തോളം ലീഗ് ഇതിനകത്ത് ആധിപത്യം കലർത്തി എന്നുള്ളതാണ്. ഇപ്പോഴും പലരും പറയുന്നുണ്ട് 26-ൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കുന്നത്. ഈ ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നത് തന്നെ കോൺഗ്രസിൽ ഐക്യം വേണമെന്നാണ്. ഈ കോൺഗ്രസിന്റെ ഐക്യം ഒരു വലിയ പ്രശ്നമാണ്. കോൺഗ്രസിന്റെ ഐക്യം വലിയ പ്രശ്നമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോഴൊന്ന് ശാന്തമായിട്ടിരിക്കുന്നു. ഇടയ്ക്ക് ഡൽഹിയിലെ എല്ലാവരെയും കൂടെ വിളിച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. KPCCയുടെ മുൻ അധ്യക്ഷന്മാരെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും എല്ലാം വിളിച്ച് ഒരക്ഷരം ഇനി ഇതിനെക്കുറിച്ച് ആര് മുഖ്യമന്ത്രി എന്നുള്ളതിനെക്കുറിച്ച് മിണ്ടരുത് എന്നുള്ള രീതിയിൽ തന്നെ. ശരിയാണത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഉയർത്തിക്കാട്ടുക. അങ്ങനെ ഉയർത്തിക്കാട്ടാനും പറ്റത്തില്ലെന്നുള്ളതാണ്. അങ്ങനെ ഉയർത്തിക്കാട്ടിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് അല്ലേ, ഉയർത്തിക്കാട്ടി കഴിഞ്ഞാൽ പിന്നെ പാര വെച്ച് തകർക്കുകയും ചെയ്യും. അത് കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഇവര് ഈ ഘടകകക്ഷികളെ ഒക്കെ തന്നെ തൃപ്തിപ്പെടുത്താം,
പക്ഷേ കോൺഗ്രസിനകത്ത് ഈ കാര്യങ്ങൾ, ഈ കലഹം അവസാനിപ്പിക്കാൻ വലിയ പ്രയാസമായിരിക്കും എന്നുള്ളതാണ്. കോൺഗ്രസ്സിന് ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അവർ സൂക്ഷിച്ച് മുമ്പോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് അത് വലിയ നാശവും ഉണ്ടാക്കി വയ്ക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.